ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞ വ്യക്തിക്ക് 5 ദിവസത്തോടെ കഴിയുമ്പോൾ ഏപ്രിൽ 14 വിഷു കൈനീട്ടം കൊടുത്തിരിക്കുകയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും അത്യപൂർവമായ ഒരു സംഭവമാണത്. കേരളം ഞെട്ടുന്ന ഒരു പീഡനത്തിനെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. കേരളം ഞെട്ടുന്ന അതിക്രൂരമായിട്ട് രാഹുൽ മാങ്കൂട്ടൻ ആ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞതിന്റെ 5ാമത്തെ ദിവസം ആ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിന് വിഷു കൈനീട്ടം അയച്ച് കേരളത്തിൽ എന്തോ നാടേ ഇതൊക്കെ എന്നിട്ട് കൊണ്ട് പരാതി കൊടുത്തിരിക്കുന്നത് എന്നെ ക്രൂരമായിട്ട്. എന്നിട്ട് അതിന് സപ്പോർട്ട് ചെയ്യാൻ കുറെ ഷഹനാസിനെ പോലുള്ളവന്മാരും റിനിയെ പോലുള്ളവന്മാരും ഈ പറയുന്ന ഹണിയെ പോലുള്ളവന്മാരും ഒക്കെ അങ്ങ് ഇറങ്ങി തിരിക്കും. അവൻ കോഴിയാ, കാട്ടുകോഴി. രാഹുൽ മാങ്കൂട്ടം സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നേക്കുന്നത്. നമ്മുടെ ഓഡിയോയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഒന്ന് പറയണേ നിങ്ങൾ. എന്റെ ഓഡിയോയ്ക്ക് നിങ്ങൾക്ക് കേൾക്കുന്നവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലും എക്കോയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. അതുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. രാഹുൽ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ്. ഇപ്പൊ ഇലക്ഷൻ വരാൻ പോവാണ്. കേരളത്തിലെ ഇലക്ഷൻ ഇനി അറിയാം, 2026 ഒരു വലിയൊരു ഇലക്ഷനാണ് വരാൻ പോകുന്നത്. അന്നത്തെ ഇലക്ഷൻ കഴിയുമ്പോഴറിയാം ഇനി ആരാണ് കേരളം ഭരിക്കാൻ പോകുന്നത്. നിങ്ങൾ പറ, ആരാ ഇനി കേരളം ഭരിക്കേണ്ടത്? നിങ്ങൾ തന്നെ പറ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം. ഇത് കാണുന്നത് ഒരാളെങ്കിൽ ഒരാൾ, ഈ വീഡിയോ കാണുന്ന ആ വ്യക്തിയോട് തന്നെ ഞാൻ ഈ പറയുന്നത്, നിങ്ങൾക്ക് ആര് ഭരിക്കണമെന്ന് ആഗ്രഹം? കോൺഗ്രസ് ഭരിക്കണോ അതോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കണോ? BJPയുടെ കാര്യം ഞാൻ പറയത്തില്ല, എന്തായാലും അവർ എത്തത്തില്ല. ഈ 2 പേരുടെ കൂട്ടത്തിൽ ആര് ഭരിക്കണമെന്ന് നിങ്ങൾ പറ. ഓക്കെ, അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് മത്സരിക്കണം എന്ന് ആഗ്രഹമുള്ളവര് അതും കൂടെ കമന്റ് ബോക്സിൽ പറ. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ അതൊരു ലൈക്കായിട്ട് ഇട്ടാൽ മാത്രം മതി. ലൈക്കായിട്ട് മാത്രം ഇട്ടാൽ മതി. എന്തായാലും രാഹുലിന് ഇപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് ജസ്റ്റിസ് ഫോർ രാഹുൽ എന്നും കൂടെ ഒന്ന് കമന്റ് ഇടാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെ വന്നാലും കമന്റ് ബോക്സിൽ കൊടുക്കുക. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനലും കൂടെ ഒന്ന് സബ് ചെയ്തോ, ഹൈപ്പ് കൊടുക്കാത്തവരൊക്കെ ഒന്ന് ഹൈപ്പും കൂടെ കൊടുത്തോ. എന്തായാലും നമുക്ക് പാലക്കാട് 3 പേരാണ് വരുന്നത് കോൺഗ്രസിലേക്ക്. അതിൽ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് ഇല്ല. രാഹുൽ അപ്പൊ സ്വതന്ത്രനായിട്ട് നിൽക്കണോ വേണ്ട എന്ന് നിങ്ങൾ തന്നെ പറ. പിന്നെ കേരളത്തിൽ ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്താന്ന് വെച്ചാൽ, ചില ആൾക്കാർ രാഹുൽ മത്സരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹം പാർട്ടിയെ നല്ല രീതിയിൽ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ പാർട്ടി പറയുന്ന പോലെ അദ്ദേഹം കേൾക്കത്തുള്ളൂ, അദ്ദേഹം മാറി നിൽക്കാനാണ് കൂടുതലും സാധ്യത എന്നാണ് പറയുന്നത്. നിങ്ങൾ അത് സമ്മതിക്കുന്നുണ്ടോ? കേരളത്തിലെ ജനങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ. പിന്നെ സാധ്യതയുള്ള 3 നേതാക്കന്മാരെന്ന് പറഞ്ഞ ഒന്ന് DCC പ്രസിഡന്റ് ആണ് പാലക്കാട്. അദ്ദേഹം എന്തായാലും പ്രായം ചെന്നൊരു മനുഷ്യൻ നിൽക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവ്. പിന്നെ പുറത്തുനിന്ന് കണ്ണൻ IAS ഓഫീസർ ആണെന്നാണ് അദ്ദേഹത്തിനെ കുറിച്ച് നേരത്തെ നമ്മൾ സംസാരിച്ചാൽ അദ്ദേഹം തന്നെയാണ്. ഓക്കെ, എന്തായാലും നമുക്ക് അതിന്റെ ഒരു ന്യൂസിലോട്ട് പോകാം. അതുപോലെ തന്നെ ഫെനി നയനാന്റെ ഒരു ഇന്നത്തെ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ അതും കൂടെ നിങ്ങൾക്കൊന്ന് വെച്ച് തരാം. അപ്പൊ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യങ്ങൾ, അതായത് പാലക്കാട് ആര് മത്സരിക്കുന്നു എന്നുള്ളത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഗോകുൽ, ഇപ്പോൾ പാലക്കാട് വളരെ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് ചർച്ചയായി മാറാനുള്ള സാഹചര്യം, അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റും കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും ഒക്കെ കഴിഞ്ഞ കുറേ മാസങ്ങളായി കേരളം ചർച്ച ചെയ്യുന്നു. രാഷ്ട്രീയ വിഷയമാണ് എന്നതുകൂടി കൊണ്ടാണല്ലോ. പാലക്കാട്ട് ഏത് തരത്തിലുള്ള ആലോചനകളാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുള്ളത്? അതായത് പ്രധാനമായും പാലക്കാടുകാരനായ ഒരാൾ സ്ഥാനാർത്ഥിയായാൽ എങ്ങനെയുണ്ടാകും എന്നുള്ളൊരു ചർച്ചയുണ്ട്. അതിൽ 2 പേരുകളാണുള്ളത്. ഒന്ന് DCC പ്രസിഡന്റായ തങ്കപ്പനും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിട്ടുള്ള ജയഘോഷുമാണ് ഒരു പേരിൽ 2 പേരുകളായി നിൽക്കുന്നത്. അതേസമയം തന്നെ ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള ഒരു മുഖത്തെ ജില്ലയിൽ പരീക്ഷിച്ചാൽ, പാലക്കാട് പോലുള്ളൊരു മണ്ഡലത്തിൽ പരീക്ഷിച്ചാൽ വലിയ രീതിയിൽ ഗുണം ചെയ്യുമെന്നുള്ളൊരു ഒരു അഭിപ്രായം ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട്. കണ്ണൻ ഗോപിനാഥിനെ പോലുള്ളവരെ ഇവിടെ പരീക്ഷിക്കണമെന്നുള്ളൊരു അഭിപ്രായം ഒരു വിഭാഗം നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. കാരണം അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഒരു രാഷ്ട്രീയത്തിന് അതീതമായ വോട്ടുകൾ ഒരുപക്ഷെ സമാഹരിക്കാൻ കഴിയും. ഒരു IAS ഉദ്യോഗസ്ഥനായിരുന്നാൽ മോദിക്കെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ച് BJPക്കെതിരെ ഡയറക്റ്റ് ഫൈറ്റ് നടക്കുന്ന ഒരു മണ്ഡലത്തിലേക്ക് എത്തുകയാണെങ്കിൽ അതെല്ലാം തന്നെ ഗുണം ചെയ്യുമെന്നുള്ളതാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ പ്രതീക്ഷിക്കുന്നത്. അതേസമയം തന്നെ ജില്ലയ്ക്കകത്തുള്ള ഒരു നേതാവ് വേണം എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. ഒരു സാമാന്യം യുവാവായ ഒരാൾ വേണം. പണ്ട്, അതായത് മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന MLA ഷാഫിയും രാഹുലും ഒക്കെ പോലെ തന്നെ അത് അത്ര ചുറുചുറുക്കുള്ള അല്ലെങ്കിൽ പ്രസരിപ്പുള്ള ഒരു നേതാവ് വേണമെന്നുള്ള അഭിപ്രായമൊക്കെ തന്നെ മറ്റൊരു വിഭാഗം നേതാക്കൾക്കുമുണ്ട്. അതേസമയം ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു ഭീഷണി കൂടി നിലനിൽക്കുന്നുണ്ട്. തന്നെ അല്ലാതെ അല്ലെങ്കിൽ മറ്റൊരാളെ സ്ഥാനാർത്ഥിയാക്കിയാൽ ഒരു പക്ഷേ സ്വതന്ത്രനായി മത്സരിക്കുമെന്നുള്ളൊരു ഭീഷണി വരെ രാഹുൽ ഉയർത്തിയാലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം അത്തരത്തിലുള്ള രാഹുൽ അങ്ങനെ ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടൊന്നുമില്ല. ഇവന്മാരുടെ സംസാരം ഏത് രീതിയിലോട്ടാ പോകുന്നതെന്നൊന്ന് മനസ്സിലായോ? ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുക. ഓഹോ, രാഹുൽ അങ്ങനെ ചിന്തിക്കുവോ, രാഹുൽ അങ്ങനെ ചെയ്യുവോ?
രാഹുലിന്റെ ലാസ്റ്റ് ഇന്റർവ്യൂ എടുത്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ രാഹുൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്, പാർട്ടി മാറി നിൽക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ മാറി നിൽക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം എടുത്തു പറഞ്ഞത്. അത് എത്ര നാൾ വേണമെങ്കിലും അദ്ദേഹത്തിന് കോൺഗ്രസ് പാർട്ടി വിട്ടുപോകാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ ഗണേഷ് കുമാർ അല്ല, അതും കൂടെ ഒന്ന് ആലോചിക്കണം. ഇവിടെ ഗണേഷ് കുമാർ അല്ല, ഈ പറയുന്ന അച്യുതാനന്ദന്റെ ബലഹീനതയെ കുറിച്ച് സംസാരിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് അതിന് ഒന്നും കഴിവില്ല. ഞാൻ കൂടുതൽ പറയുന്നില്ല, ആ പറഞ്ഞ വ്യക്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂടെ ചേരുന്നു, അച്യുതാനന്ദനെ പൊക്കി പറയുന്നു, സ്വന്തം തന്റെ താത്ത് പറയുന്നു. ഒരു കാര്യം ഈ കൂട്ടത്തെ അതും കൂടെ പറയാന്ന് കരുതി. അതുപോലല്ല രാഹുൽ മാങ്കൂട്ടം, അതും കൂടെ ഒന്ന് ചിന്തിച്ചാൽ നല്ലതായിരിക്കും. മീഡിയക്കാരെ അതും കൂടെ ഒന്ന് ചിന്തിച്ചാൽ നല്ലതായിരിക്കും. ഇവിടുത്തെ മീഡിയക്കാർക്ക് ഒരു ABCD അറിയത്തില്ല, അതാണ് ഒന്നാമത്തെ വിഷയം. ഇപ്പോൾ രാഹുൽ ക്യാമ്പിൽ രാഹുലിനൊപ്പമുള്ളവരുടെ നിലപാട് എന്താണ്? അക്കാര്യത്തിലൊരു വ്യക്തത വരുന്നുണ്ടോ? ഒരു സമ്മർദ്ദം എന്നതിനപ്പുറത്തേക്ക്, സീറ്റ് കിട്ടാനുള്ള സമ്മർദ്ദം, സീറ്റ് നിലനിർത്താനുള്ള സമ്മർദ്ദം എന്നതിനപ്പുറത്തേക്ക് കാണേണ്ടതുണ്ടോ രാഹുലുമായി ബന്ധപ്പെട്ട അത്തരം പ്രചാരണങ്ങളെ? ഒപ്പം പാലക്കാട്ട് ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ്? രാഹുലിനൊപ്പം ഉണ്ടോ ഇപ്പോൾ നേതൃത്വം? ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോഴും രാഹുലിനൊപ്പം തന്നെ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു വിഭാഗം A ഗ്രൂപ്പിലെ നേതാക്കൾ ഇപ്പോഴും രാഹുലിനെ പിന്തുണയ്ക്കുന്നവരാണ്. സ്വാഭാവികമായും രതീഷ് പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ മത്സരിക്കും എന്നുള്ളതല്ല, ആ രീതിയിൽ ഒരു സമ്മർദ്ദ തന്ത്രം രാഹുൽ പ്രയോഗിക്കും. ഒന്നെങ്കിൽ അത് രാഹുലിന് സീറ്റിന് വേണ്ടി, അതല്ലെങ്കിൽ രാഹുലിന് താല്പര്യമുള്ള അല്ലെങ്കിൽ A ഗ്രൂപ്പിന് താല്പര്യമുള്ള മറ്റൊരാൾക്ക് വേണ്ടിയിട്ടായിരിക്കും അത്തരത്തിലുള്ള സമ്മർദ്ദം ഒരുപക്ഷെ രാഹുൽ പ്രയോഗിക്കുക എന്നുള്ളതാണ്. കാരണം ഒരുപക്ഷെ മറ്റൊരു പേരൊക്കെ തന്നെ A ഗ്രൂപ്പ് നിർദ്ദേശിക്കും. അവരെ അല്ലാതെ മറ്റാരെങ്കിലും മത്സരിപ്പിച്ചാൽ താൻ സ്വതന്ത്രനായി മത്സരിക്കും എന്നുള്ള ഭീഷണിയൊക്കെ തന്നെ രാഹുലിന്റെ ഭാഗത്തു നിന്ന് ഒരുപക്ഷെ ഉണ്ടാകാം. അതിനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. സ്വാഭാവികമായും ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ആ പ്രചരണം ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. രാഹുലുമായി അടുത്തു നിൽക്കുന്ന ചില നേതാക്കൾ. ഒരു കാര്യം ഞാൻ തുറന്നു പറയും, കോൺഗ്രസ് പാർട്ടി ഈ വട്ടം നല്ല ഒത്തൊരുമയോടെ തന്നെ നിൽക്കും. കാരണം കേരളത്തിലെ ഏറ്റവും വലിയ, അതായത് കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും വലിയൊരു ലക്ഷ്യമാണ് അവർക്ക് ഭരണത്തിൽ വരിക എന്നുള്ളൊരു കാര്യം. കഴിഞ്ഞ വട്ടത്തെ ഇലക്ഷന് കിറ്റും പപ്പടവും കൂടെ കൂടി കിട്ടിയപ്പോഴത്തേക്ക് തന്നെ ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ മലക്കം മറിഞ്ഞതാണ്. പക്ഷേ ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ വന്ന സമയത്ത് കോൺഗ്രസിനായിരുന്നു മുൻതൂക്കം. അപ്പോഴും പെൻഷനും മറ്റേത് മറിച്ചതൊക്കെ ഇവന്മാർ കൂട്ടിയപ്പോഴും കേരളത്തിലെ ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി. കോൺഗ്രസിനാണ് വോട്ട് കൊടുത്തത്, കോൺഗ്രസിന് തന്നെയാണ് വോട്ട് കൊടുത്തത്. അതേ ബുദ്ധിപൂർവ്വം തന്നെ എനിക്കൊന്നും കൂടെ ഞാൻ നിങ്ങളോട് പറയുവാണ്, ഈ വട്ടത്തെ ഇലക്ഷൻ വരുമ്പോൾ നിങ്ങൾ കോൺഗ്രസിന് തന്നെ കൊടുക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ. അത് എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. കാരണം മടുത്ത് 10 വർഷം മുടിപ്പിച്ചു, ഇനി എന്തിനാ വ്യക്തികളൊക്കെ കേട്ടിയിരുന്നിട്ട്. ഞാൻ നോക്കുമ്പോ ഇന്നലെ ഒരാള് ബംഗാളിയെ പിടിച്ചോണ്ട് വന്നേക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി കൊടി പിടിക്കാൻ വേണ്ടി. അവരത്രയും മുടിഞ്ഞൊരു പരിവായി. പിന്നെ ഒരു എഴുത്തുകാരൻ, നല്ലൊരു പാർട്ടിക്കാരൻ, അദ്ദേഹത്തിന്റെ പാർട്ടിയെ കുറിച്ച് മോശമായിട്ടുള്ള രീതി എഴുതി, സത്യസന്ധമായിട്ടുള്ള കാര്യം എഴുതിയത്. അദ്ദേഹം ഇപ്പൊ കുറ്റക്കാരനും മോശക്കാരനും ഒക്കെ ആയി തുടങ്ങി. അല്ലെങ്കിൽ സത്യം വിളിച്ചു പറയുന്നവരെന്നും, സത്യം വിളിച്ചു പറയുന്നവരാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ. അവരെന്നും പാർട്ടിക്ക് പുറത്ത്, അല്ലാത്തവരകത്ത്. പാർട്ടി പറയുന്ന എന്ത് തോന്നിവാസങ്ങളും കാണിക്കാൻ വേണ്ടി കുറെ ആൾക്കാർ ഇറങ്ങി നടക്കുന്നുണ്ട്. അതിപ്പോ എല്ലായിടത്തും ഇങ്ങനെയാണ്. പാർട്ടി പറയുന്നതാണ് ശരി. അതിപ്പം അമ്പലത്തിൽ പോകണ്ടെന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പോകണ്ട, അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പോകണം, ഗണപതിക്ക് അതുണ്ടെന്ന് പറഞ്ഞാൽ അത് എന്താ പറയണ്ട, പല കഥകളാണ് വരുന്നത്. നമ്മുടെ അവിടെ ചില വിവരക്കെടൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. തുമ്പിക്കൈ ഇല്ലായിരുന്നു ആ ഗണപതിക്ക്, അതൊക്കെ കിട്ടുന്ന കഥയാണ്. ഞങ്ങൾക്കറിയാവുന്നൊക്കെ ഓരോ വിവരം കേട്ട കുറെ ആൾക്കാരുണ്ട്. ഓക്കെ, ഞാൻ അതിലോട്ടൊന്നും കൂടുതൽ വരുന്നൊന്നുമില്ല. ഫെനി സംസാരിക്കുന്നതിന്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വെച്ചുതരാം. അദ്ദേഹം പറയുന്ന പരാതിക്കാരിയെ കുറിച്ച് പറയുന്ന കാര്യം ഒന്ന് കേട്ടിട്ട് വാ. ഇന്നലെ അതിജീവിത എനിക്കെതിരെ ഒരു പരാതി കോൺഗ്രസിന്റെ ഉന്നതരായ നേതാക്കന്മാർക്ക് അയച്ചത് മാധ്യമങ്ങളിലൂടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് വളരെ ഗുരുതരമായ കുറച്ച് ആരോപണങ്ങളാണ്. ഞാൻ വിവരങ്ങൾ, അവരുടെ അതിജീവിതയുടെ വിവരങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നു, ഞാൻ അവരെ വ്യക്തിപരമായി ഭീഷണിപ്പെടുത്തുന്നു, ഞാൻ അവരെ ആക്രമിക്കുന്നു, പിന്നെ അവരുടെ അനുവാദമില്ലാതെ സ്വകാര്യ ചാറ്റുകൾ പുറത്തുവിടുന്നു, കോടതിയിലുള്ള തെളിവുകൾ ഞാൻ പുറത്തുവിടുന്നു എന്നിങ്ങനെ ഗുരുതരമായ സ്വഭാവമുള്ള കുറേ ആരോപണങ്ങളാണ് ആ പരാതിയിൽ ഉന്നയിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടത്. ആദ്യമേ തന്നെ ചോദിക്കുകയാണ്, കോൺഗ്രസിൻ്റെ ബഹുമാന്യനായ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർക്ക് എന്തിനാണ് ഈ പരാതി അയക്കുന്നത്? നിങ്ങൾക്ക് നീതിപൂർവമായ ഒരു നടപടിയാണ് വേണ്ടതെങ്കിൽ അത് ഇവിടുത്തെ പോലീസ് അധികാരികൾക്കല്ലേ നൽകേണ്ടത്? അപ്പോൾ കോൺഗ്രസിനെയും കോൺഗ്രസിന്റെ പ്രവർത്തകരെയും ഇതിലേക്ക് വലിച്ചിഴയ്ക്കാൻ വേണ്ടി ഞാനും അത് തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയാണ് ഇവിടുത്തെ കോടതി, പോലീസ്. രാഹുൽ ഗാന്ധി അവിടെ കിടക്കുന്നു. നിയമമായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അവിടെ രാഹുൽ ഗാന്ധിയല്ല തീരുമാനിക്കുന്നത്. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതേ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ഇലക്ഷന് നിർത്തരുത്,
അതിന്റെ പ്ലാനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ചേച്ചിമാരുടെ ഓരോ തോന്നിവാസങ്ങളും കാര്യങ്ങളും ഇതിന്റെ പിന്നിൽ ആരാ കളിക്കുന്നത്? പക്ഷെ രാഹുൽ പറയുന്നത് ഈ പറയുന്ന വി ഡി സതീശൻ ഒരു പങ്കുമില്ല എന്നുള്ള രീതിയിലാണ്. പക്ഷെ വി ഡി സതീശൻ അത്യാവശ്യം പങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഇവര്? അവസാനം രാഹുൽ കോൺഗ്രസിലായിട്ടുള്ള സമയത്തൊക്കെ വി ഡി സതീശനുള്ള പരിപാടിക്ക് രാഹുൽ ഇരിക്കത്തില്ല, രാഹുലുള്ള പരിപാടിക്ക് വി ഡി സതീശൻ ഇരിക്കത്തില്ല, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതെന്താ ഈ ചെയ്യുന്നത്? എന്തായാലും ഇനിയെങ്കിലും ഒത്തൊരുമയായിട്ട് നല്ല രീതിയിൽ പോയാൽ അത്രയും നല്ലത്. ഇപ്പൊ ഓക്കെ, രാഹുലിന്റെ പാർട്ടിയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്, അത് എന്തെങ്കിലും ആട്ടെ, കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തിന് കൂടെ ഉണ്ട്. പക്ഷെ ഇപ്പം കൂടെ നിൽക്കുന്ന കോൺഗ്രസ്സുകാർ ഒറ്റക്കെട്ടായിട്ട് നിന്നില്ലെങ്കിൽ അവസാനം ഇങ്ങനെ മനസ്സിലാക്കി കാണുമല്ലോ, അങ്ങനെ ഇരിക്കത്തുള്ളൂ. എന്തായാലും ഞാൻ ബാക്കി കൂടെ വെക്കാം. രാഷ്ട്രീയ ലക്ഷ്യത്തോടെ നടത്തുന്ന ചില പരാതികളല്ലേ ഇത് എന്ന് തോന്നിക്കുന്ന വിധമാണ് ഇത്തരം പ്രവൃത്തികളൊക്കെ നടക്കുന്നത്. ഈ പരാതിയിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഞാൻ അവരുടെ പേര് വിവരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണ് അവരുടെ പേര് വിവരങ്ങൾ സൂചിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കണ്ടന്റ് ഇട്ടിട്ടുള്ളത്? ഒരു കമൻ്റായിട്ടോ ഒരു പോസ്റ്റായിട്ടോ ഇല്ലെങ്കിൽ പോട്ടെ ഒരു സ്വകാര്യ വ്യക്തിയുമായി നടത്തിയ സംഭാഷണത്തിലെങ്കിലും ഞാൻ അവരുടെ പേര് വിവരങ്ങൾ പറഞ്ഞതായിട്ട് തെളിയിക്കാൻ കഴിയുമോ? പിന്നെ ഞാൻ പറഞ്ഞിരിക്കുന്നു ഞാൻ അവരെ ആക്രമിച്ചു, ഞാൻ അവരെ ഭീഷണിപ്പെടുത്തി എന്നുള്ളത്. എന്തെങ്കിലും ഒരു തെളിവിൻ്റെ ഒരു തരുമ്പെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുണ്ടോ? വെറുതെ ഒരു ആരോപണം ഉന്നയിക്കുന്നതല്ലാതെ എന്തെങ്കിലും ഒരു തെളിവിൻ്റെ ഒരു കണികയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുണ്ടോ? പിന്നെ പറഞ്ഞിരിക്കുന്നു ഞാൻ അവരുടെ അനുവാദമില്ലാതെ സ്വകാര്യ ചാറ്റുകൾ പുറത്തുവിട്ടു എന്ന്. സത്യത്തിൽ ആരാണ് സ്വകാര്യ ചാറ്റുകൾ ആദ്യമേ പുറത്തുവിട്ടത്? ഞാൻ എന്താണ് ഏറ്റവും അവസാനവും ചെയ്തത്? അവർ പറഞ്ഞ ഒരു കാര്യത്തിൽ അവർക്ക് പോലും ക്ലാരിറ്റി കുറവുണ്ട് എന്ന് ഞാൻ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചു. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ സ്വകാര്യ ചാറ്റിന്റെ കാര്യം പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, ഇപ്പൊ ഒരു നാണവമാനം ഇല്ലടി വന്നിട്ട് പറയാൻ വേണ്ടി ഇതൊക്കെ? ആരോ ആയിക്കോട്ടെ, നിനക്കൊക്കെ നാണവമാനം ഇല്ലേ? നിങ്ങളുടെയൊക്കെ എടുത്ത് പുറത്ത് ആറാടുകയാണ്. നാട്ടുകാർക്ക് ആഘോഷിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ പെട്ടുപോകുന്ന ഒരു ആണാണ്. ഒരു പെണ്ണ് കാണിച്ച തോന്നിവാസങ്ങൾ ആണുങ്ങൾ ഇവിടെ തുറന്ന് കാണിക്കുമ്പോൾ അതിനെന്താണ് നിയമത്തിന്റെ കുറെ കുരുക്കുകളും കാര്യങ്ങളും ഒക്കെ. ചുമ്മാതല്ല, ഇവിടെ യു പിയിലെ ഒരു ചെറുക്കന 20 വർഷം ജയിലിൽ കിടന്നു പീഡന പരാതിക്ക്. ഒരു തെറ്റ് പോലും ചെയ്യാത്ത ഒരു വ്യക്തിയാണ്. അപ്പുറത്തെയും ഇപ്പുറത്തെയും കൂടെ അയൽക്കാർ തമ്മിലുള്ള വിഷയത്തില്ല. അവസാനം അവൻ 20 കൊല്ലം അവന്റെ ജീവിതം കളഞ്ഞത്. ഒരു പെണ്ണിനാണെങ്കിൽ ഇങ്ങനെ പറ്റുമോ? സ്ത്രീകൾ അങ്ങനെയാണ്, അമ്മയാണ്, മാടയാണ്, കോടയാണ്, ചക്കയാന്നൊക്കെ പറയുമല്ലോ. ഞങ്ങള് എന്താ പറയണ്ടേ, എല്ലാ സ്ത്രീകളെ അല്ല കേട്ടോ ഞാൻ ഈ പറയുന്നേ. ഇതുപോലുള്ള വിഷവിത്തുകളുണ്ട്. സ്വന്തം നേട്ടത്തിന് വേണ്ടി സ്വന്തം മാനവും കളയും. എന്താ പറയാ, കൂടുള്ള ഭർത്താവിനെ പോലും വഞ്ചിച്ചിട്ട് വീട്ടിൽ എന്തെങ്കിലും ചെറിയ ചെറിയ വഴക്കുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് വേറെ ഒരിടത്തിന്റെ കൂടെ ബെഡ് ഷെയർ ചെയ്യാൻ പറയുന്ന അവൾമാരെ ഒന്നും അത്ര നമ്പാൻ കൊള്ളത്തൊന്നുമില്ല. അവൾമാരെ ഏത് തരത്തിലാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഈ കാലഘട്ടത്തിൽ കൂടുതൽ ആണുങ്ങളെക്കാളും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഇവൾമാരാ. നമ്മൾ എന്തെങ്കിലും ചെന്ന് പറഞ്ഞ് തെളിവുകൾ കാണിച്ചാൽ നമ്മൾ അത് ചെയ്തു, നമ്മൾ മറ്റേ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഒതുക്കിക്കളയും. അങ്ങനെ കുറെ അവൾമാരുണ്ട്. കഷ്ടം തന്നെ. ഏപ്രിൽ 8 ബലാത്സംഗം ചെയ്ത ഒരു വ്യക്തിക്ക് ഏപ്രിൽ 14 പൈസ അയച്ചു കൊടുത്തതിൻ്റെ ലോജിക്ക് നിങ്ങൾക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലേ എന്നൊരു നിസ്സാരപ്പെട്ട ചോദ്യമാണ് ഞാൻ മുന്നോട്ട് വെച്ചത്. സത്യത്തിൽ അവിടെ എന്താണ് നടന്നത്? വളരെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞ വ്യക്തിക്ക് 5 ദിവസത്തോടെ കഴിയുമ്പോൾ ഏപ്രിൽ 14 വിഷുക്കൈ നീട്ടം കൊടുത്തിരിക്കുകയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും അത്യപൂർവമായ ഒരു സംഭവമാണത്. പക്ഷെ അതുപോലും ഞാൻ അവിടെ സൂചിപ്പിച്ചില്ല. നിഷ്കളങ്കമായ ഒരു ചോദ്യം മാത്രമേ ഞാൻ അവിടെ ഉന്നയിച്ചുള്ളൂ. അതുകൂടാതെ സ്ക്രീൻഷോട്ടുകളുടെ കാര്യം പറയുന്നു. ആകെ ഞാൻ 1-2 സ്ക്രീൻഷോട്ടുകൾ മാത്രമാണ് പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി മാത്രം 1-2 സ്ക്രീൻഷോട്ടുകൾ മാത്രമാണ് ഞാൻ പുറത്തുവിട്ടിരിക്കുന്നത്. നിരവധി സ്ക്രീൻഷോട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അതൊന്നും ഞാൻ പുറത്തുവിടാൻ തയ്യാറാവുന്നില്ല. ഞാൻ അങ്ങനെ എനിക്കൊരു മനസ്സുമില്ല. പിന്നെ എന്തിനാണ് ഇത്തരം വ്യാജ പരാതികൾ വീണ്ടും ഇവർ ഉന്നയിക്കുന്നത്? മൂന്നാമത്തെ അതിജീവിതയോട് വ്യക്തമായി പറയുവാൻ ആഗ്രഹിക്കുവാണ്. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് ഞാൻ ഇന്ന് തന്നെ ഒരു പരാതി ഡ്രാഫ്റ്റ് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഡിഫർമേഷന് മൂന്നാമത്തെ അതിജീവിതയ്ക്കെതിരെ ഞാൻ വക്കീൽ മുഖാന്തരം അതിന്റെ നോട്ടീസ് അയക്കും. അതിന്റെ തുടർ കേരളത്തിലെ ആദ്യത്തെ സംഭവമാണ് കേട്ടോ, കേരളത്തിലെ ആദ്യത്തെ സംഭവം. അതായത് ഒരു ക്രൂരമായ ഒരു സംഭവം എന്താണ് പീഡനം നടന്നു കഴിഞ്ഞിട്ട് വിഷു കൈനീട്ടം അയച്ചു കൊടുക്കാന്ന് പറയുമ്പോൾ എന്താ അന്തസ്. എന്തിനാ സ്ത്രീകളെ നിങ്ങൾ ഇങ്ങനെ ജീവിക്കുന്നത്? ഞാൻ അറിയാമായിട്ടൊന്ന് ചോദിക്കുകയാണ്. വീട്ടുകാർ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു വിട്ട് ഒരു
നല്ലവന്മാരെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് അവന്മാരുമായിട്ട് എന്തെങ്കിലും ഒരു വിഷയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ വല്ലവന്റെ കൂടെ പോയി പല പരിപാടികളും ചെയ്യുക. ചെയ്തെല്ലാം കഴിഞ്ഞിട്ട് 3-5 ദിവസമൊക്കെ കഴിഞ്ഞ് വിഷു കഴിഞ്ഞിട്ടോ എല്ലാം കൊടുത്തെല്ലാം കഴിഞ്ഞിട്ട് കിടക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ പീഡനം അത് ഇത് മറ്റേത് മറിച്ചത് മാങ്ങാത്തൊടി എന്നും പറഞ്ഞ് ഇറങ്ങി നിൽക്കും. നിനക്കൊക്കെ അതൊന്ന് ആലോചിച്ച് നോക്കും, ഒന്ന് കണ്ണാടി പോയി നോക്ക് നിന്നെയൊക്കെ. കാരണം നിങ്ങളൊക്കെ സ്ത്രീയാണല്ലോ, നിങ്ങളുടെ ഒന്നും പേരും ഈ ഫോട്ടോസും കാര്യങ്ങളൊന്നും പബ്ലിക്കിൽ വരില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് എന്ത് തോന്നിവാസം കാണിക്കാനും നിന്നെ പോലുള്ളവന്മാരൊക്കെ ഉണ്ടോണ്ടാണ് ഈ നാടിന്റെ ഏറ്റവും വലിയ ശാപമെന്നേ ഞാൻ പറയത്തുള്ളൂ. പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഇത് കാണുന്ന കേരളത്തിലെ ജനങ്ങളോട് ഞാൻ ചോദിക്കുക, എന്ത് പറയണം വിഷു കൈനീട്ടത്തിനെ കുറിച്ച്? നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തന്നെ പറ. ഞാൻ പോവാ. എനിക്ക് കോമഡി ആയിട്ട് വരും ഇതൊക്കെ കേട്ടിട്ട്. ബൈ, ലവ് യു ഓൾ ഗൈസ്. എന്തായാലും രാഹുലിനെ ഇഷ്ടപ്പെടുന്നവര് ജസ്റ്റിസ് ഫോർ രാഹുലിന് കൊടുക്കുക. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, സഭ്യത്തൊരു സഭ്യ. ബൈ 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 ബൈ.